ഈ ചെടി. ഒരുപാട് ചെടികൾ. പിന്നെ എനിക്ക് ആ പാടെ ഒരു ഫേണുണ്ട്, അതിങ്ങനെ വായുവിലുണ്ടെന്ന്, അത് മാത്രമേ എനിക്ക് പിടിക്കത്തില്ല. ഞാൻ എത്ര പ്രാവശ്യം ശ്രമിച്ചു, എന്നാലും ഞാൻ മടുത്തുപോകല്ല. എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് പിടിപ്പിക്കണം. ഇതെല്ലാം ബിഗോണിയല്ല. ഇത് സൺസ്റ്റേറ എന്ന് പറയുന്നൊരു ചെടിയാണ്. ഒരിടയ്ക്ക് കഴിഞ്ഞ് ഭയങ്കര വിളിയാക്കി കിട്ടുകയല്ല. സൺസ്റ്റേറൊക്കെ ഇത് ഓർക്കട, ഇത് നക്കാറിയ ഉണ്ടോ. ഇതും ഹോയയുടെ വേറെ വകുപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് മൽബറി, വയലറ്റ് പേര എല്ലാം. ഇതിൻ്റെ കൂടെ ഇതാ കൂടെ പോയിരിക്കുന്ന ചതുരപ്പയറാണ്. ഞാൻ പറിച്ചെടുത്തതാണ്. ടെറസിൽ പോയി നിന്ന് പറിച്ചെടുത്തതാണ്. ഇതൊക്കെ കിടക്കുന്നുണ്ടോ, ഉണ്ടോ, കാണാമോ? പോലെ ആ ചതുരപ്പയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വൈറ്റമിനുള്ള സാധനമാണ്. ഈ കുറ്റിയാമ്പരയും ചതുരപ്പയറും ഒക്കെ നല്ല, അതൊക്കെ കുറ്റി കിട്ടുമ്പോൾ അതിന് യുദ്ധം കെട്ടിയാണ് ഓരോ സാധനം അതൊക്കെ പിടിക്കും. അതിനെല്ലാം മരുന്ന് വിട്ട്. ഇത് പിന്നെ സർവ്വസുഗന്ധി, നമുക്ക് ഇറച്ചിക്കകത്തൊക്കെ ഇടാം, ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇടാം. വെള്ള മസാല. പിന്നെ ഇങ്ങനെ കറങ്ങി ഇത് ചെയ്തുകൊണ്ടില്ല ഓർക്കിട. പഴയ കാലത്ത് ഒരു ഓർക്കിട, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ് ആ ഓർക്കിട. പക്ഷെ അതിനും ഈയിടെ പൂവുണ്ടായപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ഇതിന് പൂവുണ്ടാകുന്ന പറഞ്ഞിട്ട് വലിയ കൊലയായിട്ട് പൂവുണ്ടായി കിടന്നപ്പോൾ നീ കൊണ്ടോ എല്ലായിടത്തും കെട്ടി വെച്ചാണ്. ഞാൻ പറയാം അത് നോക്കാൻ പറഞ്ഞു പോയി. നോക്കിയിട്ട് പറയാം സമ്മതിച്ചിരിക്കുക കേട്ടോ, അതിന് പൂവ്. ഇനി അടുക്കള കുപ്പയെ കൂടിയാ വരാൻ ബുദ്ധിമുട്ടുണ്ടോ. ഇത് ഇതിൻ്റെ ഇതൊക്കെ പണ്ടേ ഉള്ളത്. പക്ഷേ ഇതിൻ്റെ പേര് എനിക്കിപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പേര് പറഞ്ഞു പിന്നെ അങ്ങനെ ഇരിക്കും പോകും. മണി പ്ലാന്റ് ഇല്ലേ, അതിൻ്റെ ഗോൾഡൻ ഇതാ പീസിയ. ഇത് മണി പ്ലാന്റ്. ഇനി ഇപ്പുറത്തോട്ടുണ്ട്. ഇനി ഇപ്പുറത്തോട്ട് ഞാൻ ഈ വശത്ത് മാത്രം മെൻ്റ് ഇട്ടിട്ടുണ്ട്. വെള്ളം ഒഴിക്കാൻ അതൊക്കെ ഞാൻ തന്നെയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയും. ഇത് കണ്ടോ, അടുക്കള വേസ്റ്റാണ് മുഴുവൻ വളമാക്കിയിരിക്കുക. അതിനകത്ത് ഇടുന്ന ഇനോക്കുലോ ഇത്. ആ ജാറിലൊക്കെ ഇതിലൊക്കെ ഇരിക്കുന്ന വളമാണ്. ഈ അടുക്കളയിലെ പഴത്തൊലിയും ഇതൊക്കെ. ഇനിയിപ്പോൾ ഞാനിത് മാറിയിട്ട് മറ്റേ ഇതില്ലേ സ്ലറി എടുക്കുന്നത്, അത് വെക്കാൻ മോൻ പറഞ്ഞിരിക്കുക. അത് വെക്കാൻ അതിന് അവരെ വിളിച്ചു വെച്ചിരിക്കുക. അവർ ഈ ആഴ്ച ഈ കഴിഞ്ഞ ആഴ്ച ബിസി ഈ ആഴ്ച വരാമെന്ന് പറഞ്ഞിരിക്കുക. ഇതിങ്ങനെ ഇങ്ങനെ നല്ല. ഇതിന് പിന്നെ ഇപ്പം വെള്ളം ഒഴിക്കാൻ പറ്റണ്ട. ഇതാ കൂടി ഇങ്ങനെ മണ്ണും കുറേശ്ശെ കൂട്ടും. മണ്ണിൻ്റെ ചോറും ആട്ടും ആറ്റുമണൽ വാരിച്ച് വീട്ടിരിക്കുന്നതാണ്. നന്നായിട്ട് നമുക്ക് ഇതിനോടൊന്നും ഒരു ഇഷ്ടമല്ല. എങ്കിലേ നടക്കത്തുള്ളൂ. പക്ഷെ അത് നമ്മുടെ മെനക്കാടല്ലാതെ അതിനോടൊരു ഇഷ്ടം ആറ്റുമണല്ല. മറ്റേ വിലയ്ക്ക് ഇറക്കി ഇതിന് മണൽ കിടക്കുന്നില്ല. അത് നമുക്ക് ഈ വഴിസൗകര്യപ്രദമായിട്ട് വഴിയിൽ നിന്ന് മുടൽ കയറി ഇവിടെ കൊണ്ടിരുമ്പോൾ മണ്ണിന് 2500 ആയുള്ളതിലും അത് ചുവന്ന് ഇവിടെ കൊണ്ടിട്ടപ്പം 5000-ഓളം. എന്നാലും എൻ്റെ കൈ കിട്ടുന്ന പൈസയെല്ലാം ഞാൻ ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമുണ്ട്. ഇതിന്ന് കൊടുത്ത് കിട്ടുന്ന പൈസയൊക്കെ എനിക്ക് എൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞു വരുന്നവർക്ക് സഹായിക്കാൻ പൈസയായിട്ട് കൊടുത്തല്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചും പിന്നെ വെറുതെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ 5-8 പിള്ളേരുണ്ട്. ഇപ്പം മാസം അവരുടെ മെസ് ഫീയും ട്യൂഷൻ ഫീയും ഒക്കെ കൊടുത്ത് പോകുന്നത്. ഇതിനോട് ഇങ്ങനെ സപ്പോർട്ട് വരുന്നു. ഈ ഭാഗവും ഈ ഭാഗം കുറച്ച് നടക്കാനിടയില്ലെന്നിങ്ങനെ അതിന് വഴക്ക് പറഞ്ഞു വീട്ടിലും പുറത്ത് കുറച്ച് ഇത് കൊടുത്ത് മാറ്റിയതാണ്. എന്തെങ്കിലും അതുപോലെ ടെറസയിലെ ചീനിയെന്ന് കാന്താരി വീണ് വെള്ളത്തെ ഇഷ്ടം പോലെ ഒത്തിരി കിട്ടി. എന്നിട്ട് എനിക്ക് അതിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ കളയാതെ വൃത്തിയാക്കുക. ഇഷ്ടം പോലെ കാന്താരി കിട്ടി. ഈ ഭാഗത്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് 5-8 സ്റ്റാൻഡ് കൊണ്ടുവച്ചതുകൊണ്ട് സ്റ്റാൻഡേർഡ് വീണ് കിട്ടി. എനിക്ക് പൈസ വരും നടക്കാൻ മാത്രമല്ല. ഇപ്പോൾ ടെറസ് നിറച്ചാകുമ്പോഴത്തേക്കിന് നമുക്ക് അവിടുത്തെ ഒന്ന് ടെറസ് നിറയ്ക്കാൻ കുറേ ഉണ്ട്. എന്നാലും നിറഞ്ഞിട്ട് ഒക്കെ പിടിക്കണം. ഇതാ കൂടിയാണ് ഒരു ഫാഷൻ ഫ്രൂട്ട് പോയാൽ അതിന് ഇതുണ്ടോ മേളിലാ വഴി അതേ കൂടെ കാണാൻ പറ്റുമോ അല്ല പിന്നെ മേളിൽ പോയി. ഒരുപാട് പിള്ളേരൊക്കെ വരുമ്പോൾ ഇരട്ടത്താണല്ലോ ഓടിപ്പോയി കുറച്ച് ഞാൻ കൊടുത്തു കൊടുക്കും. ഫാഷൻ ഫ്രൂട്ടിലൊക്കെ ഒരുപാട് ആരോഗ്യത്തിന് നല്ല സാധനങ്ങൾ.
ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ഷീണം വരുമ്പം ഓടിപ്പോയി അതിനെണ്ണം കണ്ടി ചുമ്മാ കുടിച്ചാൽ മതി, അതിൽ ഒന്നുകൂടെ നല്ല സാധനം. അങ്ങനെ ഒരു ഇഞ്ച് ഇടം കളയാൻ എനിക്ക് മനസ്സിലായി. എനിക്ക് ഒരു സപ്പോർട്ടൂടെ ഉണ്ടാകുന്ന ഇവിടെ ഏറെത്തോട്ടാക്കായിരുന്നു. ഒറ്റയ്ക്കായി പോയതുകൊണ്ട് വഴക്കും കൂടെ പറയുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇടയ്ക്കൊരു വിഷമം. പക്ഷേ എന്നാലും ഞാൻ പോയിട്ട് കൊടുക്കാൻ സമ്മതമാണ്. എനിക്ക് ചെയ്യണം, ചെയ്ത് നന്നായിട്ട് തന്നെ കലർത്തി എടുക്കണം. വഴുതനങ്ങ കിടക്കണം. 6 കളറാണ്, വയലറ്റ്, പച്ച, വെള്ള, ഇങ്ങനെ പല കളറിലായിട്ട് 6 കളർ വഴുതന എനിക്കുണ്ട്. എല്ലാം ഇപ്പോൾ കത്തിരി ഞാൻ അത്രയും കാണിക്കാൻ പറഞ്ഞത്. കത്തിരി അത്രയും വായിച്ചായി വളർന്നു വന്നിട്ട് അത് ഈയിടെ എങ്ങാണ്ട് ഇതിനകത്ത് പൂച്ച വന്ന് കയറി. അതുങ്ങൾ അതെല്ലാം മാന്തി അതിനകത്ത് കക്കൂസാക്കുക. ഞാൻ തല്ലി ഓടിച്ച് തിരിച്ചു കൊടുക്കാതെ മുടത്തിയാണ്. ഈ സാധനമില്ലേ, ഇല വിരിച്ച് ഇതിൻ്റെ മണ്ടയാണ് മുരണ്ട് പോയിട്ട് ഞാൻ ഞുള്ളി കളഞ്ഞിപ്പം വേറെ എളുപ്പം വരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചാമ്പയൊക്കെ ഇട്ടുണ്ട്. അതിന് ഇനി വലിയ ചട്ടിക്ക് തന്നെ വലിയ വീട്ടയല്ലാതെ മുഴുത്ത ചട്ടി ടെറസലുണ്ട്. 500 രൂപ കൊണ്ട് 5-6 കൊല്ലം മുമ്പ് ഞാൻ മേടിച്ചത്. അത്രയും ചട്ടിക്ക് പറഞ്ഞിരിക്കുക. അത് കിട്ടുമ്പോൾ അതിനകത്ത് ഈ ചാമ്പയും അതുപോലെ കുറച്ച് സാധനങ്ങൾ മാറ്റണം. പേര എല്ലാം മാറ്റണം. പേരയൊക്കെ ഇത് ഞാൻ മോൻ്റെ വീട്ടിൽ കൊടുത്തത് കിലോ പേര എന്ന് പറഞ്ഞാൽ അസൽ കിലോ പേര തന്നെയാണ്. ഒരെണ്ണം 1 കിലോ ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടിട്ട് വന്നു ഇഷ്ടം പോലെ. അതിന് ഈ സ്ലറി ഒഴിക്കും. സ്ലറി ഒഴിച്ചാൽ നന്നായിട്ട് വിളവുണ്ടാവും. ഇനിയിപ്പോൾ അതിൻ്റെ ഉടനെ തന്നെ 2 ആഴ്ചയ്ക്കകം അത് ഫിറ്റ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഞാൻ ഒത്തിരി പേരോട് പറയും, നിങ്ങളിതൊക്കെ ചെയ്യണം, ചുമ്മാ ഇരുന്ന് ആയുസ് കളയാതെ. നമ്മളെ കൊണ്ട് പറ്റും. നമുക്ക് ആരോഗ്യം കിട്ടും, മനസ്സുഖവും കിട്ടും. നമുക്ക് വേറെ ആരുടെയും ഒരു കാര്യം ചിന്തിച്ച് മനസ്സ് ഉണ്ടാക്കുക തന്നെ.